ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഈ ഒരു മൗസാണ് നമ്മൾ നോക്കാൻ പോണേ. അതായത് ഇതിൻ്റെ പേര് HyperX പൾസ് ഫെയർ ഹസ്റ്റേ എന്നാണ് പേര്. അതായത് ഇതിൻ്റെ ഒരു വയേർഡ് വേർഷനും ഉണ്ട്, അതുപോലെ തന്നെ വയർലെസ് വേർഷനും ഉണ്ട്. എൻ്റെ കയ്യിലുള്ളത് വയർലെസ് വേർഷനാണ്. അപ്പോൾ ഈ ഒരു മൗസിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, അതായത് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. ഒന്നാമത്തെ കാര്യം, ഈ മൗസ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം PUBG PC ഒന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യം സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ 61 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. 100 മണിക്കൂർ ബാറ്ററി ലൈഫ് ഉണ്ട്. 2.4 GHz ആണ് ഇതിൻ്റെ വയർലെസ് കണക്ടിവിറ്റി. അതുപോലെ തന്നെ ഹണികോം ഷെൽ എന്ന് പറയുന്നത് ഈ ഒരു ഷെല്ലിനെയാണ് ഹണികോം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അതുകൊണ്ടാണ് 61 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് RGB ലൈറ്റ് വരുന്നത് ഈ ഒരു റോളറിൽ മാത്രമാണ്, നമ്മുടെ സ്ക്രോൾ വീലിൽ മാത്രമാണ്. അതുപോലെ തന്നെ 6 DPI ഷിഫ്റ്റുകളാണ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് മാറ്റി വെക്കാൻ പറ്റും. 16,000 DPI വരെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 100 മുതൽ 16,000 വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. HyperXൻ്റെ തന്നെ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ 6 DPI ഷിഫ്റ്റിൽ ഏതൊക്കെ DPI ആണ് നിങ്ങൾക്ക് ഓരോ കളറിലും വേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ കളർ മാറ്റാം. ഓക്കെ, ഇതാണ് സ്പെക്ക് എന്ന് പറയുന്നത്. പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഞെട്ടാം. അതായത് 7,499 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ആമസോണിൽ അവൈലബിൾ ആണ്. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ എന്തുകൊണ്ട് മുൻകാലങ്ങളിൽ ഞാൻ PUBG PC ഒക്കെ സ്ഥിരമായി കളിച്ചിരുന്ന സമയത്ത് ഞാൻ ഈ ഒരു വയർലെസ് മൗസ് യൂസ് ചെയ്തില്ല എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, PUBG PC എന്ന് പറയുന്നത് റിഫ്ലെക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ വയർലെസ് മൗസിന് ചെറിയൊരു ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വയർലെസ് മൗസുകൾ യൂസ് ചെയ്യാതിരുന്നത്. ആ കാലത്ത് ആകെ ഉണ്ടായിരുന്ന നല്ലൊരു വയർലെസ് മൗസ് എന്ന് പറയുന്നത് നമ്മുടെ ലോജിടെക്കിൻ്റെ G Pro വയർലെസ് ആണ്. അതിപ്പോൾ അവൈലബിൾ ആണ്, എന്നാൽ ഭയങ്കര എക്സ്പെൻസീവും ആണ്. ഈ ഒരു മൗസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് ഇതുവരെ എനിക്ക് ഒരു തരത്തിലുള്ള ലാഗും ഫീൽ ചെയ്തിട്ടില്ല. എങ്ങനെയാണോ ഞാൻ PUBG PC പണ്ട് കളിച്ച് വളർന്നത് അല്ലെങ്കിൽ കളിച്ച് വന്നത് അതേപോലെ തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. റിഫ്ലെക്സിൻ്റെ കാര്യത്തിലും ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. റിഫ്ലെക്സും വളരെ 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 ഫാസ്റ്റാണ്. എൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ പറയണേ. ഇനി ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിറ്റ് തന്നെയാണ്. ഒന്നും പറയാനില്ല ഇതിൻ്റെ വെയിറ്റിനെ കുറിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് PUBG PC ഗെയിമിൻ്റെ അകത്ത് ഭയങ്കര റീകോയിൽ കൺട്രോൾ ഉണ്ടല്ലോ. റീകോയിലൊക്കെ ചുമ്മാ വലിച്ച് താഴോട്ടിടാം. ഒരു ഹൈ സ്പെക് മൗസിൻ്റെ അകത്ത് ഇത്രയും വെയിറ്റ് കുറച്ച് വന്നത് ശരിക്കും പറഞ്ഞാൽ അടിപൊളി. അതായത് ഭയങ്കര സുഖമാണ്. ഇതിനകത്ത് 2 സർഫസുകൾ വരുന്നുണ്ട്. ഒരു റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള സർഫസും അല്ലാതെ നോർമൽ സർഫസും. നോർമൽ സർഫസിലാണ് നിങ്ങൾക്ക് ബോക്സിൻ്റെ അകത്ത് ഈ ഒരു മൗസ് കിട്ടുക. അതിൻ്റെ പുറത്തുകൂടി നിങ്ങൾക്ക് ഒട്ടിക്കാനായിട്ട് ഒരു സ്റ്റിക്കർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ സ്റ്റിക്കർ ഇതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് ആ റബ്ബറാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. ലെഫ്റ്റ് സൈഡിലായിട്ട് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് സൈഡിൽ നമ്മുടെ DPI ബട്ടണും ആണ് ഉള്ളത്. ഇത്ര മാത്രമേ ഉള്ളൂ മൗസിൻ്റെ അകത്ത്. ഇനി ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വയർലെസ് ട്രാൻസ്മിറ്റർ വെക്കാനായിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഈ വയർലെസ് ട്രാൻസ്മിറ്റർ നമുക്കൊരു ഹബ്ബിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെയും ചാർജ് ചെയ്യാം, അതായത് നമ്മുടെ മൗസിനെയും ചാർജ് ചെയ്യാം. Type-C കേബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഭയങ്കര സംഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വയർലെസ് മൗസുകൾ ഗെയിമിങ്ങിന് ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ദിസ് മൗസ് ഈസ് സോ ഗുഡ്. നിങ്ങൾക്ക് ഗെയിമുകൾ ചുമ്മാ കളിക്കാൻ പറ്റും. റീകോയിലാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് വെച്ചോ, വലിച്ചങ്ങ് താഴോട്ട് എടുക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിനകത്ത് കിട്ടുന്ന ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ആ വയർലെസ് എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മൾ റീകോയിൽ താഴേക്ക് വലിക്കുന്ന സമയത്ത് നമ്മുടെ കേബിൾ എവിടെയെങ്കിലുമൊക്കെ കുരുങ്ങി അവിടെ സ്റ്റക്കായി പോയി കുറച്ച് പണി കിട്ടാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇതിൻ്റെ അകത്ത് വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. അതായത് 7,000 രൂപ 7,500 രൂപ എന്ന് പറയുന്നത് ഒരു വലിയ കോസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ വേറെ മറ്റ് ബ്രാൻഡുകളുടെ വയർലെസ് മൗസുകൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടാവും കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ടാവും. ഇതിന് വെയിറ്റ് ഭയങ്കര കുറവാണെന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നതായിരിക്കും. ബൈ.